നമസ്കാരം. നമ്മുടെ സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ പിശാച്, ഏറ്റവും വലിയ ചെകുത്താൻ അതെന്താണെന്ന് ചോദിച്ചാൽ അത് മദ്യമാണ്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ്. എങ്ങനെയാണ് ഒരാൾ മദ്യത്തിനടിമയായിത്തീരുന്നത്? ആരും തന്നെ സ്ഥിരമായി മദ്യപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല മദ്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായി ഇത്തിരി മദ്യം, സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾപ്പെട്ട്, അതുമല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലെ മദ്യപാന സംസ്കാരം കണ്ട് അതിൻ്റെ രസം എന്താണെന്ന് അനുഭവിച്ചറിയുന്നതിന് വേണ്ടി രുചിച്ചു നോക്കുന്ന ദുരന്ത ലഹരി, അതാണ് മദ്യം. മദ്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആദ്യമായി ഇത്തിരി മദ്യം, ഇത്തിരി പോകുന്നൊരു ഗ്ലാസ്സിൽ ഇത്തിരി മദ്യം, അങ്ങനെയാണ് തുടക്കം. മറ്റാരും കാണാതെ, മറ്റാരും അറിയാതെ മുറിക്കുള്ളിൽ കതകടച്ചിരുന്ന് മദ്യപിക്കുന്ന സ്വഭാവം. എന്നാൽ ഈ മദ്യം പെട്ടെന്ന് രക്തത്തിൽ അലിഞ്ഞു ചേരും. അത് തലച്ചോറിനെ ബാധിക്കും. തലച്ചോർ നിർബന്ധിച്ചു കൊണ്ടിരിക്കും കൂടുതൽ മദ്യം കഴിക്കുവാൻ. അങ്ങനെ വരുമ്പോൾ ഈ മദ്യത്തിൻ്റെ അളവ് പോരാ എന്ന് തോന്നുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ മദ്യത്തിൻ്റെ അളവ് മെല്ലെ കൂടി വരും. കുറച്ചുകൂടി വലിയ ഗ്ലാസ്സിലേക്ക് ഈ മദ്യസംസ്കാരം പകർന്നൊഴുകും. അങ്ങനെ ആ വലിയ ഗ്ലാസും നിറഞ്ഞു കവിയും. ആ ഗ്ലാസും നിറഞ്ഞു കവിയും. അതെ, ഈ കൊച്ചു ഗ്ലാസ്സിൽ നിന്നും വലിയ ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. ഇവിടെ ഒരു മദ്യപാനി ജനിക്കുകയാണ്. ഇത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. തുടർന്ന് അയാൾ ഒക്കേഷനുകൾ സ്വയം സൃഷ്ടിക്കുന്നു, അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നു. അങ്ങനെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് മദ്യപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക അവസരങ്ങൾ ഉണ്ടാക്കി ഓരോ ആഘോഷങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ മദ്യത്തിൻ്റെ അളവ് അയാൾ അറിയാതെ തന്നെ കൂടിക്കൂടി വരും. ഗ്ലാസിൻ്റെ അളവ് അയാൾ അറിയാതെ വർദ്ധിച്ചു വരും. അങ്ങനെ ഈ മദ്യത്തിൻ്റെ അളവ് അയാൾ അറിയാതെ കൂടി കടന്നു വരുന്നു. അങ്ങനെ ആ ഗ്ലാസിൻ്റെ അളവ് വീണ്ടും കൂടി ഇത്രയും വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞൊഴുകും. ഇവിടെ മദ്യപാനി ജനിക്കുകയാണ്. ഇത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. മദ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടി വരുന്നു. അയാൾ പോലും അറിയുന്നില്ല. അയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ ചില്ലറ കശപിശകൾ ഉണ്ടാക്കുന്നു. ഈ മദ്യസംസ്കാരത്തിന് അടിപ്പെട്ടിട്ട് മറ്റുള്ളവരോട് കലഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ മദ്യത്തിൻ്റെ അളവ് പോരാ എന്ന് വരുന്നു. കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് ഈ മദ്യസംസ്കാരം നിറഞ്ഞു കവിയുന്നു. അങ്ങനെ ഈ വലിയ ഗ്ലാസും നിറഞ്ഞു കവിയുന്നു. അങ്ങനെ ആ വലിയ ഗ്ലാസും നിറഞ്ഞു കവിയുന്ന അവസ്ഥ. അങ്ങനെ ആ വലിയ ഗ്ലാസും നിറഞ്ഞു കവിഞ്ഞ് മദ്യം നിറഞ്ഞൊഴുക്കുന്നു. നമ്മൾ അറിയേണ്ടത് ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ് നിരവധി ഗ്ലാസ്സുകളിൽ കൂടി കടന്ന് ഇത്രയും വലിയ ഗ്ലാസ്സിൽ നിൽക്കുന്നത്. പിന്നീട് ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അയാൾ ബാറിൽ പോകുന്നു, മദ്യപിക്കുന്നു, റോഡരികിൽ കിടക്കുന്നു, മറ്റുള്ളവരുമായി ചണ്ട കൂടുന്നു, നാട്ടുകാരും വീട്ടുകാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ആകെ ഒരു പ്രശ്നക്കാരനായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മദ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടിയിട്ടുണ്ടാകും. അവിടെ അയാൾ കുപ്പികളിലേക്ക് മാറുന്നു. ആദ്യം ഒരു കുപ്പി, പിന്നെ അത് 2 കുപ്പിക്ക് വഴിമാറുന്നു. അത് പിന്നീട് 3 കുപ്പിക്ക് വഴിമാറുന്നു. അത് 4 കുപ്പികൾക്ക് വഴിമാറുന്നു. ഇങ്ങനെ മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. മദ്യസംസ്കാരം വർദ്ധിച്ചു വരുന്നു. അവർ പോലും അറിയുന്നില്ല. അതെ, ഇതാണ് മദ്യത്തിൻ്റെ ശക്തി. കൂടുതൽ കഴിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് മദ്യത്തിൻ്റെ ശക്തിയാണ്. പിന്നെ എപ്പോഴും മദ്യത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്ത. മദ്യത്തിൽ നിന്നും കുപ്പികൾ തേടിയുള്ള ആ യാത്ര തുടരുന്നു. അതെ, കുപ്പികൾ തേടിയുള്ള ആ യാത്ര. ഇങ്ങനെ മദ്യസംസ്കാരം അയാൾ പോലും അറിയാതെ വർദ്ധിച്ച് തന്നെ വരികയാണ്. കുപ്പികൾ നിറഞ്ഞു കവിയുന്നു, നിറഞ്ഞൊഴുകുന്നു. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ് നിരവധി ഗ്ലാസ്സുകളിലൂടെ കടന്ന് ഇത്രയും കുപ്പികളിലെത്തി നിൽക്കുന്നത്. മയക്കുമരുന്നിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഒരൊറ്റ ഡോസ് മയക്കുമരുന്ന് മതി ഒരാളെ അതിൻ്റെ അടിമയാക്കുവാൻ. കാരണം മയക്കുമരുന്നിൽ നിറയെ രാസപദാർത്ഥങ്ങളാണ്, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന രാസപദാർത്ഥങ്ങൾ. ഇവ, ഈ മദ്യവും മയക്കുമരുന്നുമെല്ലാം നമ്മയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും നശിപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ മദ്യപിക്കുന്നത്? എന്തിനാണ് നമ്മൾ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരാവശ്യവുമില്ല. എന്നും നമുക്ക് ദുരന്തങ്ങൾ മാത്രം ബാക്കി വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ
എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്? കുട്ടിക്കാലത്ത് തന്നെ ഇവയൊക്കെ ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ സ്വയം എടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ പ്രതിജ്ഞ എടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യം ഉപയോഗിക്കുകയില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന്. നമുക്ക് ഇവിടെ തുടങ്ങാം. ഈ പ്രതിജ്ഞയുടെ തുടക്കം നമ്മളിലൂടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറാം. യെസ്, താങ്ക് യു സോ മച്ച്.